വാ വാ ഒന്ന് നിന്നെ. ഇവിടെ വരെ വന്ന് മകന് വേണ്ടി കെഞ്ചിയതല്ലേ? ഞാൻ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാം. നിന്റെ ഈ മകളും ഇവളെ കെട്ടിയ എന്റെ മകനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ എന്നേക്കുമായി ആ വീട്ടിലേക്ക് വരാതിരുന്ന ഞാൻ നിന്റെ മകനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കും. വേണ്ട ചന്ദ്രപതി, പരാതി നീ പിൻവലിക്കണ്ട. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ വന്ന ഇതേ ആവശ്യമായിട്ട് രവിയേട്ടനും വന്നിരുന്നു. ഞാൻ ഇത് തന്നെയാ പറഞ്ഞത്. അദ്ദേഹത്തോടും പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ മോൻ ജയിലിൽ കിടക്കട്ടെ. അമ്മേ, ആർക്കും സ്വപ്നം കാണാലോ. പക്ഷേ അമ്മയുടെ ഈ സ്വപ്നം നടക്കില്ല. അമ്മ പരാതി പിൻവലിക്കണ്ട. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാനും സച്ചേട്ടനും ജീവനോടെ ഉണ്ടെങ്കിൽ ശരത്ത് ജയിലിൽ പോവില്ല. ഓ പിന്നെ നിയമമൊക്കെ നിങ്ങളുടെ കയ്യിലാണല്ലോ. ഒന്ന് പോടി അവിടുന്ന്. നമുക്ക് കാണാം. ആ കാണാം. ഇന്നെങ്കിലും ഇതിനൊക്കെ ഒന്നിച്ച് മറുപടി പറയാനുള്ള ഒരു കാലം ഞങ്ങളുടെ മുന്നിലും വരും. അന്നും കാണണം. വെല്ലുവിളിക്കാണോ നീ? ഇറങ്ങി പോടി. ഞങ്ങൾ പോവും. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാര് താമസിക്കാം നിങ്ങളൊപ്പം. എന്ത് കാണാൻ നിക്കാ? വാ അത്തേക്ക്. ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കാല് പിടിച്ചില്ലേ അമ്മ? എന്നിട്ട് പോലും മനസ്സലിഞ്ഞില്ലല്ലോ. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടാവും. എന്നിട്ട് ഈശ്വരനെ പോലെ നമ്മൾ വേണ്ടതായില്ലേ? അതുകൊണ്ടല്ലേ ദൈവം ഇങ്ങനെ തീരെത്തിച്ചത്? എനിക്ക് സഹിക്കാനാവുന്നില്ല മോളെ. സച്ചി, ഓൾറെഡി കാർ പണയപ്പെടുത്തി ഞാൻ ലോൺ തന്നിട്ടുണ്ട്. അതിനുമേൽ വീണ്ടും കാശ് തരാന്ന് വെച്ചാ സാർ ഞാനത് തിരിച്ചടയ്ക്കുന്നില്ലേ? കുറച്ചല്ലേ ബാക്കിയുള്ളൂ. അത്യാവശ്യമായോണ്ട് സാർ ചോദിക്കുന്നത്. സാർ സഹായിക്കണം. ഇപ്പൊ എന്താ ചെയ്യാ? സച്ചിക്ക് ഇപ്പൊ എത്രയാ വേണ്ടത്? ഒരു 5 ലക്ഷം വേണം സാർ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? സാർ എന്തായാലും ചെയ്യണം സാർ. സച്ചി, ഈ കാർ വിറ്റ് 5 ലക്ഷം രൂപ കിട്ടുമോ? അതിൽ കൂടുതൽ കിട്ടും സാർ. പിന്നെ അത് വിറ്റൂടെ? സാർ ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഒരിക്കലും എനിക്കത് വിൽക്കാൻ പറ്റില്ല. 5 ലക്ഷം രൂപയൊന്നും ലോൺ തരാൻ പറ്റില്ല. മാക്സിമം ഒരു 1.5 ലക്ഷം രൂപ തരാം. സാർ അത് ഒത്തിരി കുറവാണ് സാർ. ഒരു 4 ലക്ഷം രൂപയെങ്കിലും. സച്ചിയുടെ ആവശ്യം വലുതായിരിക്കും. അതിനനുസരിച്ച് എനിക്ക് കാശ് തരാൻ പറ്റുമോ? ഇതൊരു ബിസിനസ് അല്ലേ? എങ്കിൽ പിന്നെ റൗണ്ട് ചെയ്തൊരു 2 ലക്ഷം രൂപയെങ്കിലും. റൗണ്ട് സ്ക്വയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. സച്ചിക്ക് 1.5 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ തരാം. അതിൽ 1 രൂപ പോലും കൂടി ഞാൻ തരില്ല. കാരണം ഒരു വാല്യൂ ഉണ്ട്. അതനുസരിച്ച് കാശ് തരാൻ പറ്റും. സാർ എനിക്കൊരു വാല്യൂ ഇല്ല സാർ. തല പോയാലും മാസം മാസം കൃത്യമായിട്ട് ലോൺ അടയ്ക്കാറില്ലേ? സച്ചി, അതൊക്കെ ശരി തന്നെ. ഇപ്പൊ എന്തായാലും ഇതിൽ കൂടുതൽ തരാൻ പറ്റില്ല. സച്ചിക്ക് 1.5 ലക്ഷം രൂപ വേണോ? ശരി സാർ, അത് മതി. എങ്കിലേ വന്ന പേപ്പേഴ്സ് ഒക്കെ ഒന്ന് സൈൻ ചെയ്യും. ശരി. 5 ലക്ഷം രൂപ വക്കീലിന് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? മോളെ, ഇത് 1.5 ലക്ഷം രൂപയുണ്ട്. ഇത് വാങ്ങ. അമ്മ, ഞാൻ ഈ കാശ് വാങ്ങിച്ച സച്ചിൻ എന്നെ വഴക്ക് പറയും. അമ്മ സ്വർണം പണയം വെച്ച് കാശ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. മോളെ, 5 ലക്ഷം രൂപ സച്ചി എങ്ങനെ സംഘടിപ്പിക്കാന്? അതൊക്കെ സച്ചേട്ടൻ ചെയ്തോളും. മോളെ, നീ ഇത് വാങ്ങി സച്ചിക്ക് കൊടുക്ക്. അമ്മ പറയുന്നത് കേക്ക്. അമ്മ, ഈ കാശ് വാങ്ങണമെന്നും സച്ചേട്ടനെ കഷ്ടപ്പെടുത്തണമെന്നും എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ച സച്ചേട്ടൻ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് വേണ്ട അമ്മ. ഞാൻ സച്ചിയെ വിളിക്കട്ടെ. എന്താ മോനൊന്ന് വീട് വരെ വരുവോ? എന്താ എന്തെങ്കിലും കാര്യമുണ്ടോ? ഓ, ഒന്നുമില്ല. ഒന്ന് വന്നിട്ട് പോ മോനെ. ശരി, ഞാൻ വീട്ടിൽ ചെന്ന് രേവതിയും കൂട്ടി വരാം. മോളിവിടെ ഉണ്ട്. മോനിങ് വന്നാ മതി. ശരി, ഞാൻ വരാം. എന്തിനായിരിക്കും അമ്മ വിളിക്കുന്നത്? രേവതി, അമ്മേ. സച്ചേട്ടാ, എന്തിനാ വരാൻ പറഞ്ഞു? അതൊക്കെ അമ്മ പറയും. മോനെ, അമ്മേ, എന്തിനാ വരാൻ പറഞ്ഞു? കാശ് സംഘടിപ്പിക്കാൻ വേണ്ടി മോൻ അവിടെ ഇവിടെയൊക്കെ ഓടുകയാണെന്ന് രേവതി പറഞ്ഞു. 5 ലക്ഷം എവിടുന്ന് കിട്ടാനാ? നീ എന്തിനാ രേവതി ഇത് അമ്മയോട് പറയാൻ പോയി? അല്ലെങ്കിൽ തന്നെ അമ്മ വിഷമിച്ചിരിക്കാൻ. മോനെ, പെട്ടെന്ന് തന്നെ വക്കീലിന് എങ്ങനെയെങ്കിലും കാശ് കൊടുക്കണം. എന്റെ മോൻ ജയിലിൽ പോകരുത്. ഇത് 1.5 ലക്ഷം രൂപയുണ്ട്. മോൻ ഇത് വാങ്ങ. അമ്മയുടെ കയ്യിൽ ഇവിടെ ഇത്രയും കാശ്? എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അത് കള്ളം. ആരോടെങ്കിലും പലിശക്ക് കാശ് കടം വാങ്ങിച്ചോ? പറയാമേ. ഇവിടെ ഇത്തിരി സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ പണയം വെച്ചു. പണയം വെച്ച് കാശ് തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നോ? മോനെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യണ്ടേ? നീ എത്രയാണെന്ന് വെച്ചാ ഓടുക. രേവതി, നീ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ? അത് പണയം വെച്ച് കാശ് മേടിക്കണ്ട. സച്ചേട്ടൻ വഴക്ക് പറയുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞതാ. കേൾക്കണ്ടേ? കാശ് വാങ്ങിയ ഓൻ വഴക്ക് പറയുന്നു പറഞ്ഞു. ഇവിടെ കാശ് വാങ്ങിയില്ല. അതുകൊണ്ട് അമ്മ മോനോട് വരാൻ പറഞ്ഞത്. ഇത് വേണ്ടായിരുന്നു അമ്മേ. എല്ലാത്തിനേക്കാളും വലുത് എനിക്ക് എന്റെ മോന്. അവനെ എങ്ങനെങ്കിലും രക്ഷിക്കണം. മോനിത് വാങ്ങ്. മോനിങ്ങനെ ഒറ്റയ്ക്ക് ഓടണ്ട. അമ്മേ, റോഡിൽ പോകുന്ന ഒരാൾക്കൊരു ആവശ്യം വന്നാ സഹായിക്കുന്നവനെ സച്ചി. എന്റെ കുടുംബത്തിലൊരു ആവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്നെ കൊണ്ട് ഇത് പറ്റില്ല. എനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് അമ്മ കരുതിയോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാ ഭാരങ്ങളും മോനെ ഒറ്റയ്ക്ക് ചുമക്കണ്ടെന്ന് വിചാരിച്ചു. അമ്മ, ഇതൊരു ഭാരമായിട്ട് ഞാൻ കരുതുന്നില്ല. മോനെ, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തതേ ഉള്ളൂ. മോനിത് വാങ്ങണം. സച്ചേട്ടാ, വാങ്ങിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമവും. ശരി, രേവതി, നീ വാങ്ങിക്കും. അമ്മേ, എങ്ങനെയായാലും നാളെ വക്കീലിന് 5 ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കും. ഒരാഴ്ചക്കാവും ഈ കാശ് ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തനായി പോകും. ചെയ്യുന്നതൊക്കെ എന്റെ കടമയാ. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി. രേവതി, വാ. അമ്മ, ശരത്ത് ജയിലിൽ പോവില്ല. ഞങ്ങൾ അവനെയും കൂട്ടി ഇവിടേക്ക് വരും. അമ്മ വിഷമിക്കല്ലേ. ഇത് 60,000 രൂപ ഉണ്ട്. ടോട്ടൽ എത്ര പേരും നോക്കി? ടോട്ടല് 4,70,000 രൂപയായിട്ടുള്ളൂ. വക്കീലിന് 5 ലക്ഷം കൊടുക്കണ്ടേ? ഇനിയും വേണ്ട 30,000. സച്ചേട്ടാ, എന്റെ വണ്ടി വിറ്റാലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കാർ വിൽക്കൂലേ? സ്കൂട്ടർ വിറ്റാ നീ പിന്നെ എങ്ങനെ പോയിക്കും? കാറും സ്കൂട്ടറും കൊണ്ടാ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും വിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യും? രേവതി, നീ കരയില്ലേ? മകളെ, അച്ഛൻ വരുന്നുണ്ട്. കണ്ണുടക്കി. അച്ഛനൊന്നും അറിയണ്ട. നീ കണ്ണുടക്കി. എന്താ രണ്ടുപേരും ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, ഓരോന്നും സംസാരിച്ചിരുന്നതാ. ഇതൊരു 25,000 രൂപ ഉണ്ട്. ഇത് വെച്ചോ, ഇത് വാങ്ങിക്കണം. എന്തിനാ വെച്ചത്? നീയൊക്കെ കുഞ്ഞായിരിക്കുമ്പോ എന്റെ കഷ്ടപ്പാടുകൾ നിങ്ങളോട് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ വളർന്നപ്പോ നിന്റെ കഷ്ടപ്പാടുകൾ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണല്ലേ? ഇവിടെ നടക്കുന്ന എല്ലാം എനിക്കറിയണം. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പോ കാശിന്റെ ആവശ്യമുണ്ട്. കാശ് വാങ്ങിക്കേ. വേണ്ട അച്ഛാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോ. പിടിക്കണ. വേണ്ട അച്ഛാ. പിടിക്കേ. അച്ഛാ, നിന്റെ അച്ഛ
എന്താ മോളെ ഈ രണ്ട് കുടുംബം ഒന്നല്ലേ? എനിക്ക് അങ്ങനെയാ. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നാലാവുന്നത് ചെയ്തതാ. പിന്നെ എന്റെ മക്കളിങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് നടക്കരുത്. ജീവിതത്തിന് എത്രയോ മുന്നേ കിടക്കുന്നതാണ്. അനുഭവങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ ഒരു തന്റെ ഇടം കൂടെ ഉണ്ടാവും. കണ്ടില്ലേ, എത്ര ആളെ വേണമെങ്കിലും നേരിടാൻ പേടിയില്ലാത്തവനാ. ഇപ്പൊ ഒന്ന് മനസ്സ് നൊന്തപ്പോ പനി പിടിച്ച പോലെ ആയില്ലടാ. ആരെയും പറ്റിച്ചിട്ടല്ലോ ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നേ. സ്വയം പറ്റിക്കപ്പെട്ടതുകൊണ്ടല്ലേ. അതുകൊണ്ട് കൂട്ടിനൊന്നും ദൈവം ഉണ്ടാവും മക്കളെ. പിന്നെ ബാക്കി എത്ര കാശ വേണ്ടത് എനിക്കറിയില്ല. എത്രയാണെങ്കിലും എങ്ങനെയെങ്കിലും അതുണ്ടാക്കണം മക്കളെ. നിങ്ങളിങ്ങനെ വെന്ത് നടക്കുന്നത് കാണുമ്പോ ഈ അച്ഛന്റെ ബലം അങ്ങ് പോവാ. വയസ്സായില്ലേ, അതേപോലെ നെഞ്ച് താങ്ങുന്നില്ല. എന്റെ മക്കളെ ദൈവം കാക്കും. ദൈവത്തിനറിയാം എന്റെ മക്കൾ അനുഭവിക്കുന്ന വേദന. സർ, ആവശ്യപ്പെട്ട 5 ലക്ഷം രൂപ ഉണ്ട് സർ. എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് അവനെ ഒഴിവാക്കി തരണം സർ. പ്ലീസ് സർ. കേസിന്ന് അവനെ ഒഴിവാക്കുകയല്ല, ഈ കേസ് തന്നെ ഇല്ലാതാക്കും ഞാൻ. ക്യാഷ് ആണല്ലോ, കേസ് തന്നെ ഒഴിവായി കരുതിക്കോളൂ. സർ, അമ്മ പരാതി പിൻവലിക്കില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ കേസില്ലാതാവുന്നേ? അവരെ കൊണ്ട് എങ്ങനെ പരാതി പിൻവലിപ്പിക്കണമെന്ന് എനിക്കറിയാം. അമ്മയെ കുറിച്ച് സാറിന് അറിയില്ലാത്തോണ്ടാ. എന്ത് വന്നാലും അമ്മ കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിന് ചില ട്രിക്കുകളുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കേസ് ഒഴിവാകും, നിങ്ങളുടെ അനിയന് ജയിലിൽ പോവേണ്ടി വരില്ല. നിങ്ങളൊന്ന് വിശ്വസിക്കേ. ഞങ്ങൾക്ക് സാറിന് വിശ്വാസം. നിങ്ങൾ ധൈര്യം ചെല്ലേ, ഞാൻ വിളിച്ചോളാം. ശരി സർ, പരാതി. ഗംഗാധരൻ, എന്താ സാർ? ആ ചന്ദ്രമതിയെ കുറിച്ച് അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ. അവര് മണി മൈൻഡ്. അവരിപ്പോ അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലാ. ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തട്ടെ? വേണ്ട വേണ്ട, നമുക്ക് അങ്ങോട്ട് ചെന്ന് ആളെ കാണാം. ശരി സാർ. ഭാമേ, ഒന്ന് ആരാണെന്ന് നോക്കിയേ. ആരാ? ചന്ദ്രമതി മേഡം ഇല്ലേ? ആ ഉണ്ട്. ചന്ദ്രേ, നിന്നെ അന്വേഷിച്ച് വന്നതാ. ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ അഡ്വക്കേറ്റ് പ്രതാപൻ. നിങ്ങളോടൊന്ന് സംസാരിക്കണമായിരുന്നു. അകത്തേക്ക് വരൂ, ഇരിക്കൂ. ഞാൻ നിങ്ങളുടെ മരുമകളുടെ കുടുംബത്തിലെ ലോയറാ. മനീഷ് കുടുംബത്തിന്റെയോ? അല്ല, രേവതിയുടെ കുടുംബത്തിന്റെ. ഓ, എനിക്ക് അങ്ങനെ ഒരു മരുമോളില്ല. ആ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. നിങ്ങളുടെ കുടുംബത്തിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം. നിങ്ങള് ശരത്തിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തില്ലേ? എന്റെ കാശ് മോഷ്ടിച്ച കള്ളന്റെ പേരിൽ കേസ് കൊടുക്കുമല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് അവൻ ബൈക്ക് മോഷ്ടിച്ചു. അന്നേ അവനെ ജയിലിൽ പറഞ്ഞ് അയക്കേണ്ടതായിരുന്നു. എന്റെ ഭർത്താവ് ഒരു കരുണാമയനായതുകൊണ്ട്, ദൈവത്തെ പോലെ ഒരു മനുഷ്യനായതുകൊണ്ട് അന്ന് അവൻ രക്ഷപ്പെട്ടു. ആ കള്ളന്റെ ചേച്ചിയെ എന്റെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിന് പിന്നിലും ആ കരുണാമയൻ തന്നെയാ. ഇപ്പൊ ആകെ നാറി നാണം കിട്ടും. കുടുംബത്തിന്റെ വില പോയി. എന്റെ 1 ലക്ഷം രൂപയാ ആ കള്ളം മോഷ്ടിച്ചത്. ഞാൻ അപ്പൊ അവനെ വെറുതെ വിടണോ? അതിനാ കേസ് കൊടുത്തത്. അവൻ ജയിലിൽ കിടക്കട്ടെ. അവന് വക്കാലത്ത് പറയാനാ വന്നെങ്കിൽ അത് വേണ്ട. അവനെ ജയിലിൽ കിടക്കണം. അതെന്റെ വാശിയാ. ആ പയ്യനെ ജയിലിൽ പറഞ്ഞയച്ചിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം? ആ പയ്യൻ മോഷ്ടിച്ച കാശ് നിങ്ങൾക്ക് തിരികെ തന്നു. അതുകൊണ്ട് കേസ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സ്ട്രോങ് ആയി നിൽക്കില്ല. കോടതി അവന്റെ പ്രായം പരിഗണിക്കും. മുമ്പ് അവൻ ഇതേപോലുള്ള കേസ് ഉണ്ടായിട്ടുമില്ല. അപ്പോ അതുകൊണ്ട് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. അവന് ജയിലിൽ വിടാൻ പോകുന്നില്ല. കട്ടവനെ പിടിച്ച് ജയിലിലിടണ്ടേ? പിന്നെ വെറുതെ വിടുന്നോണ്ടാ നാട്ടില് കള്ളമാര് കൂടുന്നത്. അവനൊരു പ്രൊഫഷണൽ കളനൊന്നും അല്ല. നിങ്ങൾ ആ പയ്യനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. ആ ദേഷ്യത്തിൽ അവൻ നിങ്ങളുടെ കാശ് മോഷ്ടിച്ചു. അത്രേ ഉള്ളൂ. ദേഷ്യത്തിൽ ഒരുത്തിന് ഒരാളെ കൊന്ന അയാളെ വെറുതെ വിടുവോ? അത് വേറെ, ഇത് വേറെ. ഇതൊരു കുടുംബ പ്രശ്നമാ. അതൊക്കെ ജഡ്ജി കണക്കിലെടുക്കും. ജയിലിൽ പറഞ്ഞേക്കാനുള്ള സാധ്യത കുറവാ. ഇനി അഥവാ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ 1 or 2 മാസം, അതിനപ്പുറം പോവില്ല. അത്രയെങ്കിലും കിടക്കുമല്ലോ. കിടക്കട്ടെ. അവനെ ജയിലിൽ പോണം. അതെനിക്ക് കാണണം. മാഡം, അവന് ജയിലിൽ പറഞ്ഞു വിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? നിങ്ങൾ ശരത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കും. പരാതി പിൻവലിച്ച എനിക്ക് എന്താ ലാഭം? ലാഭമുണ്ട്. പരാതി പിൻവലിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പൈസ തരാം. നിങ്ങള് എനിക്കെന്തിനാ പൈസ തരുന്നേ? കേസ് കോടതിയിൽ എത്തും മുമ്പേ ഒത്തുതീർപ്പാക്കാന്ന് കരുതി. അതൊരു നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ ആ പയ്യന്റെ പഠിപ്പ് നിന്ന് പോവും. എന്തിനാ ഒരു പയ്യന്റെ ഭാവി ഇല്ലാതാക്കുന്നത്? നിങ്ങൾ കേസ് പിൻവലിക്കുകയാണെങ്കിൽ അത് അവനും നല്ലതായിരിക്കും, നിങ്ങൾക്കും നല്ലതായിരിക്കും. അവന് ജയിലിൽ പറഞ്ഞയച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവും ഇല്ല. ചന്ദ്രേ, സാറ് പറയുന്ന പോലെ ചെയ്. പഠിക്കുന്ന പയ്യനല്ലേ, എന്തിനാ അവന്റെ ഭാവി കളയുന്നേ? നിനക്ക് അതുകൊണ്ട് എന്ത് നേട്ടം?